കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. ഒന്നല്ല, നിരവധി ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ആ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യമല്ലേ ആദ്യം ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. എന്തുകൊണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദ്യം. നമ്മൾ അതിന് നല്ല രീതിയിൽ മഞ്ജു ചാടി എണീറ്റു കൈകൊടുത്തു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2-3 ദിവസങ്ങളായിക്കൊണ്ട് മഞ്ജു വാര്യർ, ദിലീപ് അവർ രണ്ടുപേരും ഒന്നിച്ചൊന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് വന്നേക്കുന്നത്. എന്നതൊക്കെയാണ് കേൾക്കുന്നതെന്നറിയാം. മഞ്ജു വാര്യർ ഭീഷണിപ്പെടുത്തി. മഞ്ജു വാര്യർ ദിലീപിനെ കണ്ടപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ചെന്നപ്പം ദിലീപ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല. മഞ്ജു വാര്യർ കരഞ്ഞു മെഴുകി. ഒന്നും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇവരൊരു തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് അവിടെ വന്ന് ഇവർ മാത്രമല്ല, ദിലീപ് മഞ്ജുവാര്യർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, ജയസൂര്യ ഉണ്ടായിരുന്നു, സ്വരാജ് കുഞ്ഞാർമൂട് ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുഞ്ചാക്ക ബോബന്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നതാണെന്ന് പറഞ്ഞാലും അവർ മഞ്ജു വാര്യരും ദിലീപ് എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഭാര്യയും ഭർത്താവുമായിരുന്നു. അവർക്കൊരു കുട്ടിയുണ്ട്. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് ഇവർ രണ്ടുപേരും ചെല്ലേണ്ടത് ഇവർ ചെല്ലുന്നുണ്ട്. മീനാക്ഷി മഞ്ജു വാര്യരെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് സോഷ്യൽ മീഡിയയിലിട്ട് ഓരോന്ന് വലിയതായിട്ട് ഇടാത്തതാണ്. പക്ഷേ അത് ഇടാതിരിക്കുന്നവർക്ക് നന്നായി. കണ്ട ഉടനെ അതിനെ പിടിച്ചടുത്തത് തുടങ്ങും. ദിലീപ് എന്ന് പറഞ്ഞൊരു നടനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. എന്നാൽ അതിലേറെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പ്രശ്നം വന്നു, ഒരു കേസ് വന്നു, അതിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോലും ആ മനുഷ്യനെ വെറുതെ വിടാനായിട്ട് പൊതുജനങ്ങൾ കുറേ എണ്ണങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. എന്നാലും അദ്ദേഹത്തെ അതിലേറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ, ആ ആൻറ്റി ആണെങ്കിൽ ദിലീപിൻ്റെ വീഡിയോ വന്നപ്പോഴത്തേക്ക് ദിലീപ് ആദ്യം ഈ പ്രശ്നമായി ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ജാമ്യം തള്ളി ഇങ്ങനെ പോയ സമയത്ത് ആ ആൻറ്റി ലാസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം എപ്പോഴും ജാമ്യമില്ല, മൂന്നാമത്തെ പ്രാവശ്യമാണ് ദിലീപിന് ജാമ്യം കിട്ടുന്നത്. എനിക്ക് 90 ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത്. ആ സമയത്ത് ആ ആൻറ്റി ഇരുന്നങ്ങ് കരയോ. അവൻ ചോദിച്ചു, എന്തിനമ്മ കരുതുന്നത്? ദിലീപിന് ഈ പ്രാവശ്യം കൂടെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. കാര്യം അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിലെ ശരിയും തെറ്റും ഇതുവരെ നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ ഒരു കേസിൽ ദിലീപ് നിരപരാധിയാണെന്നുള്ളതാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അങ്ങനെ തെളിഞ്ഞിട്ടില്ലെങ്കിലും അത് തെറ്റുകാരനാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്നാണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. അവർ രണ്ടുപേരും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ കാണേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവരൊന്നിച്ച് കണ്ടു. അപ്പം അവരൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അതാണ് അത് ആണ് മറ്റാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് പറയുന്നുണ്ട് കേട്ടോ. നമുക്കതിനുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുക്കുന്നു, ദിലീപ് തിരിച്ച് കൈ കൊടുക്കുന്നു. ഈ ഒരു സീനാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അത് അവിടെ അടുത്തുള്ള ക്യാമറക്കാരൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞ് വേറൊരു വിഷയം നടക്കുന്നുണ്ട്. അത് നമുക്കിത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ആ ചേട്ടൻ്റെ സങ്കടം എന്നാന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്നതാണ്. ചേട്ടൻ്റെ പ്രശ്നം എന്നാന്നുള്ളത്. അപ്പോൾ ചേട്ടൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൽ പിന്നെ പറയുന്നുണ്ട് മഞ്ജു വാര്യർ ദിലീപിനെ കണ്ടത് ചാടി എണീറ്റുന്നത്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ എന്നത് പ്രയറോ മറ്റോ നടക്കുവാണ്. അവർ ജയസൂര്യയും മഞ്ജു വാര്യരും കൂടെ ഒന്നിച്ചാണ് എണീക്കാൻ തുടങ്ങുന്നത്. പക്ഷേ പൃഥ്വിരാജ് ഫോണിൽ എന്നെ നോക്കി നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ 3 പേര് എണീറ്റ് നിൽക്കുന്നുണ്ട്. അതിന് പറയുന്നത് ദിലീപ് വന്നപ്പോഴത്തേക്ക് മഞ്ജു വാര്യർ ചാടി എണീറ്റു. എന്തിനു ചാടി എണീക്കണം? അവർക്ക് എണീക്കണമെന്ന് തോന്നി അവർ എണീക്കും. കാര്യം അവരുടെ മകളുടെ അച്ഛനാണത്. ആ ഒരു ബഹുമാനം അവർക്ക് കൊടുക്കണമെന്ന് തോന്നി അവരെ ഇരിക്കുന്നത് എണീറ്റാൽ തന്നെ ഇപ്പം എന്നാണ് പ്രശ്നം? അതൊക്കെ ഒരു വലിയ തെറ്റാണോ, വലിയ കുറ്റമാണോ? ഒന്നും അല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ദിലീപുണ്ട്, അതുപോലെ സ്ത്രീകളില്ല എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇനിയിപ്പോൾ പറയാൻ വരുന്നുണ്ട്. അതിന് മുമ്പേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. അതിനകത്ത് ഇവരെല്ലാം നിന്ന് സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വേണ്ടേ, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഇനി കുറേ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ദിലീപേട്ടൻ വരുന്നുണ്ട്. ദിലീപേട്ടൻ വരുമ്പോഴത്തേക്ക് പൃഥ്വിരാജ് എണീക്ക് നിർത്തുന്ന സീനിയർ നടന്മാരാണ് അവരൊക്കെ. ആ നടന്മാരൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ആ ഒരു ബഹുമാന സ്നേഹമൊക്കെ കൊണ്ടാണ് എണീക്കുന്നത്. അവർക്ക് വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളും കാണും, പലർക്കും സൈഡ് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു പൊതു സദസ്സിൽ വെച്ച് അവരെ കാണുമ്പോഴത്തേക്ക് ആയിരിക്കുന്നതൊന്നും എനിക്ക് എല്ലാവരും പറയാണ്ട് പൃഥ്വിരാജും ദിലീപും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ ഉള്ളത്. വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവർ രണ്ടുപേരും എത്ര സ്നേഹത്തിലാണ് സംസാരിച്ച് പോകുന്നത് നിങ്ങൾ നോക്കണം. ഈ സിനിമയിലും രാഷ്ട്രീയത്തിലും വൈരാഗ്യം എന്ന് പറയുന്നൊരു കാര്യം ആരും പൊതുവെ വെച്ചുകൊണ്ടിരിക്കാറില്ല. കാര്യം അതിൽ വൈരാഗ്യത്തിനോ അതിനൊന്നും ഒരു സ്ഥാനമില്ല. പെണ്ണുങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞു, വീണ്ടും അവർ ഒന്നായി അവർ സംസാരിച്ച് പോയി. അതാണ് ഈ ഒരു ഫീൽഡിൻ്റേത്. ഈ 2 ഫീൽഡും, ഈ സിനിമയും ഈ രാഷ്ട്രീയവും തമ്മിലുള്ള ആ ഒരു ഇതാണ്. അത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടും കണ്ടായിരിക്കാം. നമ്മളുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ഈ ഇലക്ഷൻ ജയിക്കുമ്പോൾ എന്നതെല്ലാം നമ്മുടെ പിണറായി സഖാവിനെ പറഞ്ഞിട്ടുണ്ട്. എന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടപ്പോൾ അവർ എത്ര ഇതായിട്ടാണ് ചിരിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ കുറേ ആൾക്കാർ ഇവരോട് അന്ധമായിട്ടങ്ങ് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, മഞ്ജു വാര്യരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ 2 കൂട്ടരും കൂടെ കിടന്നാണ് ഈ അടിയുണ്ടാക്കുന്നത്. അല്ലാതെ വേറെ ആരും അല്ല അടിയുണ്ടാക്കുന്നത്. അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ദിലീപിനും പ്രശ്നമില്ല, മഞ്ജു വാര്യർക്കും പ്രശ്നമില്ല, പൃഥ്വിരാജിനും പ്രശ്നമില്ല.
അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ആ ഒരു ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ കുറേ പേരിങ്ങ് എനിക്ക് ഇഷ്ടമാണ് ഉള്ള സത്യം. എനിക്ക് ദിലീപിനെയും ഭയങ്കര ഇഷ്ടമാണ്, മഞ്ജു വാര്യരെയും ഭയങ്കര ഇഷ്ടമാണ്, കാവ്യ മാധവനെ ഇഷ്ടമാണ്. സത്യം ഇവർ 3 പേരെ എനിക്ക് ഇഷ്ടമാണ്. ഇവർ ദിലീപിൻ്റെ കൂടെ ഈ ജോഡിയായിട്ട് ഇവർ 2 പേരും നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരെ 3 പേര്. എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞിട്ട് കാവ്യമാധവനോടുള്ള ഇഷ്ടമൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല. ദിലീപും മഞ്ജുവാരും കൂടെ തമ്മിൽ വേർപിരിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇവരോട് 2 പേരോടുള്ള ഇഷ്ടമൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല. നമ്മളൊക്കെ ഇവരെ ഇഷ്ടപ്പെട്ടത് ഇവരുടെ സ്വഭാവം കണ്ടല്ല, ഇവർ ഈ നമ്മൾ സ്ക്രീനിൽ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇവരൊക്കെ ഇവർ ചെയ്ത വേഷങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ആ ഒരു ഇഷ്ടമൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ തന്നെ കാണും അവരോടൊക്കെ. ഇനി നമുക്ക് ഇതിനൊക്കെ മേലെ ഒരു പുള്ളിക്കാരനുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. സനൽകുമാർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഏറ്റവും വലിയ പ്രശ്നമാക്കുന്നത്. പുള്ളി ഡയറക്ടറാണ്, മഞ്ജു വാര്യരെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മഞ്ജു വാര്യർ കൈ കൊടുത്തത്, അതുപോലെ ചിരിച്ചത്, അതുപോലെ ദിലീപ് വന്നപ്പോൾ എണീറ്റത്, ഇതൊക്കെ വലിയ പ്രശ്നമായിട്ടാണ് പുള്ളി കാണുന്നത്. പുള്ളിക്കാരൻ ഒരിടയ്ക്ക് ഒരു വോയിസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, മഞ്ജു വാര്യർ പുള്ളിയോട് പ്രണയ അഭ്യർത്ഥന നടത്തി, നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേൾക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് വേറെ ഏതോ ഒരു സ്ത്രീയുടെ ആയിരുന്നു എന്നുള്ളത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചാൽ ഏതാണെങ്കിലും പറയും, അയ്യോ അത് മഞ്ജു വാര്യരുടെ സൗണ്ട് അല്ല എന്ന് പറയും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ജു വാര്യരുടെ സൗണ്ട്, പക്ഷേ ആ ഒരു സൗണ്ടേ അല്ലായിരുന്നത് എന്ന് പറഞ്ഞ് പുള്ളി എനിക്കൊന്ന് മഞ്ജു വാര്യർ എന്ത് കേസോ കാര്യങ്ങളൊക്കെ പെട്ടപ്പോൾ മഞ്ജു വാര്യർ തന്നെ മടുത്ത്. ഇങ്ങേർക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്, എന്നിട്ട് അവരുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങേരോട് യാതൊരു താല്പര്യം അവർക്ക് ഇല്ലാതാരും. പക്ഷേ ഇങ്ങേര് പറയുന്നത് ഇങ്ങേരോട് പ്രണയമാണ്, ഇങ്ങേര് അത് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി നടക്കുന്നത്. പുള്ളിക്കൊപ്പം ഈ കൈ കൊടുത്തത് ഭയങ്കര വിഷയമായി, അവർ തമ്മിൽ ചിരിച്ചത് വിഷയമായി, അവർ തമ്മിൽ സംസാരിച്ചത് വിഷയമായി, എല്ലാം വിഷയമായി. പുള്ളി അതിനെപ്പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളക്കേസ് താൻ കൊടുത്തിട്ടുള്ളതല്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നും അതിന് തെളിവായി ഒരു ശബ്ദരേഖയുണ്ട് എന്നും ഞാൻ കാലങ്ങളായി പറയുന്നു. പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്രയും കാലം ഞാൻ കൊണ്ടിരുന്നതിനെ എല്ലാം അടച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ്, ഈസോഫ്രീനിയാണ്, ഞാൻ മയക്കുമരുന്നാണ് തുടങ്ങിയ വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് ഭ്രാന്തല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളൊരു ഡയറക്ടറല്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങളോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയുടെ പുറകെ നിങ്ങൾ എന്നാത്തിന് നടക്കണം? മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ അവരവരുടെ തൊഴിലും ആ ഒരു ഭാഗം നോക്കി അവരവരുടെ കാര്യം നോക്കി നടക്കുകയാണ് ചെയ്യുന്നത്. അവർ ദിലീപിൻ്റെ ജീവിതത്തിൽ പോലും അവർ ചെന്ന് നോക്കാൻ പോകുന്നില്ല. അവർക്ക് അവരുടെ തൊഴിൽ, അവരുടെ ഫീൽഡ്, അവർ ആ വഴിക്ക് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെന്നിച്ച് നിങ്ങൾ മഞ്ജു വാര്യർക്ക് പ്രണയമാണ്, മഞ്ജു വാര്യർക്ക് എന്നെ പ്രണയമാണ്, ഞങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നു, മറ്റതാണ് മറിച്ചാന്ന് പറഞ്ഞ് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമല്ലോ? നിങ്ങൾക്കൊരു കുടുംബമില്ലേ, കുട്ടികളില്ലേ? അവരുടെ കാര്യം നോക്കി നിന്നാൽ പോരെ? എന്നാത്തിനാണ് വല്ലവൻ്റെയും ഉപേക്ഷിച്ച ഭാര്യ എന്ന് പറഞ്ഞാലും അവരുടെ പുറകെ പോകുന്നത് എന്നാത്തിനാണ്? ഇപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. എന്തുകൊണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോക്കൂ ഒരു നാടകം ഇറങ്ങേറുന്നത്. 2 ദിവസം മുൻപ് ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് പങ്കെടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നു. അതിൽ അവർ കണ്ടോ കണ്ടില്ലയോ, സംസാരിച്ചോ സംസാരിച്ചില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ 2 ദിവസം അന്തരീക്ഷത്തിലുണ്ടായി. ഇന്നലെ മറ്റൊരു ചിത്രം പുറത്തു വന്നു. മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുത്തു, കൈ കൊടുത്തില്ല, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കുറച്ച് ഫോട്ടോസും പുറത്തുവിടുന്നു. ഇതാണ് പ്രശ്നം. ആ കൈ കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം പുള്ളിക്കായിപ്പോയത് കേട്ടോ. അതിനെപ്പറ്റി പുള്ളി ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവരെ കൈ കൊടുക്കുന്ന സമയത്ത് ഒരു പാട്ടിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത്. വൈഡൂരി കമ്മലണിഞ്ഞ് അത് ഇവർ 2 കൂടെ ഒന്നിച്ച് അഭിനയിച്ച ഈ പുഴയും കിടന്ന സിനിമയിലെ പാട്ടാണത്. എനിക്ക് സത്യം പറയാം കേട്ടോ, ഞാൻ ഇതുവരെ ഇവർ ഒന്നിച്ച് ഒരു ഇടത്തും കണ്ടിട്ടില്ല കേട്ടോ. ഈ ദിലീപും മഞ്ജുവാരും ഇവർ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഇവർ 2 പേരും കൂടെ ഒന്നിച്ചൊരുധികം കാണുന്നത് ഇവരെ ബന്ധം വേർപിരിയുന്ന സമയത്ത് മഞ്ജു വാര്യർ കരഞ്ഞ് കണ്ണൊക്കെ തുടച്ച് വന്ന് വണ്ടിയിലോട്ട് കയറുന്നു. ദിലീപ് അതിൻ്റെ പുറകെ ഇറങ്ങി വരുന്നു. അന്നേരമാണ് ഇവരെ കണ്ടത്. പിന്നെ ഇവർ കാണുന്നുണ്ട് മഞ്ജു വാര്യരുടെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മീനാക്ഷിയും പോയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര ശത്രുതയാണെങ്കിൽ ഒരിക്കലും ദിലീപിനോട് പോകേണ്ട കാര്യമില്ല. മീനാക്ഷിയെ തന്നെ വേണേൽ വിടാം. മീനാക്ഷി ഒരു വണ്ടിയെ കയറ്റി അങ്ങോട്ട് വിടാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ദിലീപും കൂടെ അവിടെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ദിലീപും ആ മഞ്ജു വാര്യരോടുള്ള സ്നേഹം അയാളുടെ മനസ്സിൽ കാണുമായിരിക്കും. തന്നെയല്ല അദ്ദേഹം അവരുടെ അച്ഛനോടും ആ ഒരു സ്നേഹവും ഇതൊക്കെ കാണും. അതുകൊണ്ടായിരിക്കും അവിടെ പോയത്. ആ ഒരു മരണം പറഞ്ഞപ്പം അവിടെ പോയി അവർ 2 പേരും കൂടെ പോയി അവിടെ കണ്ടു, തിരിച്ചു വന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. മഞ്ജു വാര്യരുടെ അനിയൻ സംസാരിക്കുന്നുണ്ട്, മഞ്ജുവാര്യരുടെ ചേട്ടനുണ്ടെന്ന് ദിലീപായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇത് കാണുന്നവർക്കാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണുന്നവർക്കാണ്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ ഇന്ന് വരെ 2 പേരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാണ്, ഞങ്ങൾ ബന്ധം വേർപിരിഞ്ഞെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നതായിരുന്നു പ്രശ്നമെന്നോ, അല്ലെങ്കിൽ മീനാക്ഷി ഒന്നിച്ച് എൻ്റെ അച്ഛനും അമ്മയും പിരിയാനുള്ള കാരണം ഇതാണെന്നോ ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ മഞ്ജു വാര്യരോട് ചോദിച്ചിട്ടുണ്ട്, ഒന്നിച്ച് അഭിനയിക്കുമോ ഇനി ആ നടൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ മാത്രം മഞ്ജു വാര്യർ പറഞ്ഞു
അത് വേണ്ട, അതിനി നിർത്തിയ അത് വേണ്ട, അതിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതി മാത്രമേ പുള്ളിക്കാരി ഒരു പ്രാവശ്യം പറയുന്നിട്ടുള്ളൂ. പക്ഷെ അവരുടെ മകളുണ്ട് അവർക്കിടയിൽ. അതിൻ്റെ കാര്യങ്ങൾക്ക് അവർക്ക് രണ്ടുപേർക്കും പോകേണ്ട അടുത്ത് അവർ പോയേ പറ്റുള്ളൂ, അവർ ചെല്ലേണ്ട അടുത്ത് ചെന്നേ പറ്റുള്ളൂ. ഇതൊക്കെ മനുഷ്യരിങ്ങനെ നോക്കിയിരുന്നാലേ എനിക്കറിയാൻ പറ്റില്ല, ആദ്യമായിട്ടാണോ ഒരാൾ ബന്ധം വേർപിരിയുന്നതും മറ്റൊരു വിവാഹം കഴിക്കുന്നതും. ഇതൊക്കെ ഈ സിനിമാ ഫീൽഡിൽ ഹിന്ദി സിനിമയിലൊക്കെ എന്തോരം നടന്നിരിക്കുന്നത്, അതൊന്നും ആരും കണ്ടിട്ടില്ല. ഈ മലയാള സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവം നടന്നപ്പോഴാണ് വലിയ വിഷയമായത്. ഇതിനൊക്കെ കുറേ ആരാധകർ, മഞ്ജുവാരുടെ ആരാധകർ ദിലീപിനെ പറഞ്ഞു, ദിലീപിൻ്റെ ആരാധകർ മഞ്ജുവാരെ കുറ്റം പറഞ്ഞു. ഇങ്ങനെ ഈ കുറ്റം പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരൊരു വഴിക്കൂടെ ഇവർ ഹാപ്പിയായിട്ട് ഇവർ ജീവിച്ച് പോവുകയും ചെയ്യും. ആ കൂടെ ഈ സേട്ടനുണ്ട്. ഈ സേട്ടന് ഭയങ്കര സങ്കടമാണ്, എനിക്കറിയാൻ മേല, പാവം. ബാക്കിയോട് പറയുന്നത് നമുക്ക് കേൾക്കാം. മഞ്ജുവാർ തടവറയില്ലെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. പുള്ളി അവിടുന്ന് രക്ഷിക്കാൻ ചെല്ലുന്ന രാജകുമാരനാണിത്. ചിത്രത്തിൽ വളരെ കൃത്യമായി ഒരു കാര്യം കൂടി കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. ഒന്നല്ല, നിരവധി ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ആ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യമല്ലേ ആദ്യം പുറത്തു വരിക സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ആ ചിത്രങ്ങൾ പുറത്തു വരാതെ ഏതോ ഒരു കോണിൽ നിന്നും പാപ്പരാസി പകർത്തിയത് എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം പുറത്തു വരുന്നു? നാടകം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് വിശ്വസ്തരായ ഒരുപാട് ആളുകൾ പോയതിനു ശേഷം മഞ്ജു വാര്യർ മാത്രവും ദിലീപും അയാളുടെ കൂടെയുള്ള സംഘങ്ങളും ചേർന്നിട്ടുള്ള ഒരു നാടകമാണ്. ഒരു സ്ത്രീ പോലും ഇല്ല. ഇതെന്ത് വെള്ളരിക്കാപ്പെട്ടടോ? അവിടെയുള്ള സ്ത്രീകളെല്ലാം പോയേച്ച് ദിലീപിൻ്റെ കൂടെയുള്ള സംഘം വന്ന് മഞ്ജു വാര്യരെ ഭീഷണിപ്പെടുത്തിയോ ദിലീപിന് കൈ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്? ഇതൊക്കെ ഈ എവിടാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രതികരിക്കണം. ഈ അവരോട് വെച്ച് അങ്ങനെ തടഞ്ഞു വെച്ച് ചെയ്താണെങ്കിൽ അവർക്ക് ആ സമയം തന്നെ അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അവരെ അങ്ങനെ തടഞ്ഞു വെക്കേണ്ട കാര്യമോ? അതിൻ്റെ ഒരു ആവശ്യമില്ല ദിലീപിന്. അവർക്ക് അവരുടെ വഴി, ദിലീപിന് ദിലീപിൻ്റെ വഴി. നിങ്ങൾ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ് അവിടെ ദൂരെ നിന്നെടുത്ത ക്യാമറ അവിടോട്ട്? എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ മീഡിയക്കാരെ ഇപ്പോൾ ഒരുപാട് അടുപ്പിക്കാറില്ല, ആരും അടുപ്പിക്കാറില്ല. മറ്റേ സലിംകുമാറേട്ടൻ്റെ വിഷയം വന്നപ്പോഴും ഒക്കെ ആയിട്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ കുറേ അകലങ്ങളിലേ നിർത്തത്തുള്ളൂ. അവിടെ വന്നേക്കുന്നത് ചിലപ്പോൾ മെയിനായിട്ടുള്ള ഏതെങ്കിലും 2 ചാനലിൻ്റെ 2-3 ചാനലിൻ്റെ ആൾക്കാരായിരിക്കും അവിടെ വന്ന് അടുത്തുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് അവിടെ തന്നെ അവർ കൂടുതൽ തന്നെ അവർ നിയമിച്ചേക്കുന്ന ആൾക്കാരായിരിക്കും. അവരാരെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്തേക്കുന്നത്. ആ ദൂരെ നിന്ന് അവരത്ര സൂം ചെയ്ത് എടുക്കണമെങ്കിൽ ദിലീപേട്ടൻ വന്നപ്പം തൊട്ട് അവർ സൂം ചെയ്ത് നിന്ന് കാണും. കരിവരം ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചാൽ പുറത്തേക്ക് വരുന്നൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവർ 2 ഷെയ്ക്കാൻ കൊടുക്കുന്നതിനപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ ഒരു പാട്ടുകൾ വന്നപ്പോഴത്തേക്ക് കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് ഈ ശത്രുക്കളൊക്കെ കൂടുതലും മിത്രങ്ങളായിട്ടിരിക്കുന്നവരെ കാണുമ്പോഴേ നമുക്ക് കാണുന്നവർക്കും ഒരു ഇഷ്ടം തോന്നുന്നത്. ആരായാലും ശത്രുക്കളായിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അവരൊന്ന് മിത്രങ്ങളാകുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്, അല്ലേ? ഇതിനകത്ത് പൃഥ്വിരാജൊക്കെ ഭയങ്കര ശത്രുതയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവരൊക്കെ ഒന്നിച്ച് തമാശം പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഒക്കെയാണ് നടക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും, എന്നാലും പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയും പറയുന്നത് കാണുമ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കൊക്കെ അതൊരു സന്തോഷം തന്നെയാണ്. എന്നാണേലും മഞ്ജുവാരെ തടവി വെച്ച് ഭീഷണിപ്പെടുത്തി ദിലീപ് കൈ ഷെയ്ക്കാൻഡ് കൊടുത്തെന്നുള്ളതാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞു വെച്ച് വെക്കുന്നത്. എന്തോ പുള്ളിക്ക് ഭ്രാന്താണെന്നും മറ്റുള്ളവർ പറഞ്ഞെന്ന് പുള്ളി പറഞ്ഞു. ഇതൊക്കെ കേൾക്കും പിന്നെ ഭ്രാന്താണെന്നല്ലാതെ പിന്നെ എന്നതാണ് ഈ പുള്ളിക്കാരനോട് പറയേണ്ടത്? പിന്നെ എന്നാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കണത്? എനിക്ക് ഭ്രാന്താണോ അതോ വേറെ എന്നാണ് ചോദിക്കേണ്ടത്? ഒരു സ്ത്രീ പോലും ഇല്ല, നിറയെ പുരുഷന്മാരാണ്. സിനിമാ മേഖലയിൽ പോലും ഉള്ളവരാരുമില്ല. എത്ര ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ കാണുന്നത് ആരെയാണ്? അവരുടെ മുൻ ഭർത്താവിനെ. വളരെയധികം വൈരാഗ്യങ്ങളുണ്ട് എന്ന് കേസുകളിലൂടെയും വാർത്തകളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. ഒന്നല്ല, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതിലൊന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസാണ്. മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസാണ്. വേറൊന്ന് മെമ്മറി കാർഡ് കോടതിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതിൽ സംശയം നേരിടുന്ന ആളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ മഞ്ജു വാര്യരോട് വിരോധം പുലർത്തുന്ന ആളാണ്. അയാളെയാണ് അവർക്ക് വേണ്ടപ്പെട്ട ആരുമില്ലാതെ വളരെ സ്റ്റേജിലായിട്ടുള്ള നിലയിൽ അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം ഉള്ളപ്പോൾ കൂടിക്കാണുന്നതായിട്ട് പ്രചരിക്കുന്നത്. ഈ മഞ്ജു വാര്യർ ഷെയ്ക്കാൻഡ് കൊടുത്തു കഴിയുമ്പം അതിനിപ്പുറത്ത് എനിക്കൊന്ന് പൃഥ്വിരാജുണ്ട്, വെഞ്ഞാറമൂടുണ്ട്, പിന്നെ ജയസൂര്യയുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്തോട്ട് മാറി സ്ത്രീകൾ ഇരിപ്പുണ്ട്, കുട്ടികൾ ഇരിപ്പുണ്ട്, അവരൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്നും ഈ പുള്ളി കണ്ടില്ലേ? ഇതൊന്നും കണ്ടില്ല. ആ ഇപ്പുറത്തോട്ട് ആ വീഡിയോ വരുന്നതനുസരിച്ച് കട്ട് ചെയ്തെടുത്തേച്ചാണ് പുള്ളി ഇത്രയും വിശദീകരിക്കുന്നത്. ഇത്രയും കേസുകളിൽ ഇങ്ങനെ ആയിട്ടുള്ള ഒരാളെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? എന്തായാലും നമ്മുടെ ഇതിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കോടതി ഇതൊക്കെ വെറും ഇതാന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പറയുമ്പോൾ എന്നെയും കൂടെ വല്ലവരും ചീത്ത വിളിക്കായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കാം, ഒരാൾ അദ്ദേഹം തെറ്റുകാരനാണെന്നുള്ളത് ആർക്കും ഇതായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, കോടതി തെളിയിച്ചിട്ടില്ല. വേറെ നമുക്ക് ആർക്കും മറ്റു തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ സംശയിക്കാനാണെങ്കിൽ ആ ഒരു കേസ് നമുക്ക് സംശയിക്കുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഓൺലൈൻ മീഡിയയിലും നമ്മൾ ഈ അല്ലാതെ ചാനലുകളിലും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു. ഇന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവരെ ആർക്കും സംശയമില്ല. ഈ ഒരു വ്യക്തിയെ മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ?
ഒരു പരിധിയിൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും പറയും നിനക്ക് എന്നടി അവനോട് തൊഴിൽ താല്പര്യം, നീ എന്തോ എന്നെ വേണ്ടാതീനം വരെ പറഞ്ഞേക്കാം. പക്ഷെ എന്നെ പറഞ്ഞു നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു ക്രിമിനലാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നയാൾ, പിന്നെ അവനത് മാറ്റി വേറെ പറയുന്നു ഒരു ചേച്ചിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത്. പലതും അവൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്, ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ വന്ന് പരസ്യമായിട്ട് പറഞ്ഞാണ്, അവനെ പിടിച്ച് വീണ്ടും അകത്തിട്ടു. ദിലീപേട്ടനല്ല ഇതിൻ്റെ പിന്നിൽ, ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്. ഏത് ഈ ആ ഒരു അതിജീവിതം കൊണ്ട് പോയ ഡ്രൈവറാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരുമല്ല പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു, ഓരോ കാര്യങ്ങളും വരുന്നു. ഇതിൽ സത്യം എന്നാന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. സത്യം അറിയാത്തിടത്തോളം കാലം അയാൾ തെറ്റുകാരനെന്ന് പറയുമ്പോൾ നമുക്ക് അയാളെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. എന്നാണേലും ഈ പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത് മഞ്ജു വാര്യരെ അവിടെ തടഞ്ഞു വെച്ച് അവരുടെ ആൾക്കാരുടെ കൂടെ കൂട്ടി നിർത്തി ദിലീപ് ഷെയ്ക്കാൻ്റെ മേടിച്ചു. ദിലീപ് ഒരു ചിരിച്ചും കളിച്ചും ഒന്നും അല്ലതിക്കുന്നത്. മഞ്ജു വാര്യർ കൈ കൊടുക്കുന്നു, ദിലീപ് കൈ കൊടുത്തേച്ച് അവിടെ നിന്ന് നടന്നു പോകുന്നു. മഞ്ജു വാര്യർ ഹാപ്പി ആയിട്ടൊന്നാണ് കൈ കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മഞ്ജു വാര്യർ അത്രയും ചിരിച്ച് സന്തോഷമായിട്ടൊന്നും കൈ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അവരെ ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിൽ. ഇതൊക്കെ എന്താ സിനിമയോ? ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതമാണ്, സിനിമയ്ക്കൊക്കെ അപ്പുറമായിട്ടുള്ളൊരു ജീവിതമാണ്. എന്റെ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിലുണ്ട്. ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്തരം നാടകങ്ങൾ കൊണ്ട് കേരളീയരെ മുഴുവനും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാഫിയ. ഇത് തിരിച്ചറിയണം, ഇതേപ്പറ്റി ശബ്ദമുയർത്തണം. കേരളീയർ ഇത്തരം മാഫിയ മാനിപ്പുലേഷനുകളിൽ വീണു പോകാൻ പാടുള്ളവരല്ല. എന്തൊക്കെയാണോ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരൻ്റെ പരാതി എങ്ങനെ സ്വീകരിക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ മഞ്ജു വാര്യരല്ലേ പരാതി കൊടുക്കേണ്ടത്, അല്ലെ മഞ്ജു വാര്യരുടെ വീട്ടുകാർ പരാതി കൊടുക്കണ്ടേ? മഞ്ജു വാര്യർക്ക് ചേട്ടനുണ്ടല്ലോ, അമ്മയുണ്ടല്ലോ, അവരാരും അല്ലല്ലോ പരാതി കൊടുക്കാൻ പോയേക്കുന്നത്. നിങ്ങൾ ഈ പരാതി കൊണ്ടിടക്കാൻ ആര് പറഞ്ഞു? അങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ മഞ്ജു വാര്യർക്ക് അറിയാൻ പരാതി കൊടുക്കേണ്ടത്. മഞ്ജു വാര്യർക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. നല്ല ആരോഗ്യവും തണ്ടും തടിയുള്ള സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആങ്ങളയുണ്ട് കൂടെ. വേറെ പുറത്തുനിന്ന് ഒരു ആങ്ങളമാരും വേണ്ട, ഒരു കാമുകന്മാരും വേണ്ട, ഒരുത്തനും വേണ്ട. ആ ഒരു ആങ്ങളെ കൂടെ ഉള്ളത് തന്നെയാണ് മഞ്ജു വാര്യരുടെ ബലവും തന്നെ. ആ ആങ്ങളെ കൂടെ ഉള്ളിടത്തോളം കാലം മഞ്ജു വാര്യർക്കൊന്നും പേടിക്കേണ്ട കാര്യവും ഇല്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ദിലീപിനെ പോലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പരാതി കൊടുത്തത് നോക്കിയിരുന്നുണ്ട്, ഈ പരാതിയൊക്കെ ആര് കേൾക്കാനായിട്ടാണ്? മഞ്ജു വാര്യർ പരാതി കൊടുക്കും, മഞ്ജു വാര്യർ വീട്ടുകാർ പരാതി കൊടുത്താലല്ലേ അതിനുള്ള നടപടി. ഇതൊക്കെ ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ നല്ലത്. പിന്നെ എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ മഞ്ജു വാര്യർ അവിടെ വേറെ ആരുമില്ല, അറിയാവുന്നവരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് അവിടെ ഒരു കാല് കാണിക്കുന്നുണ്ട്. അത് ജയസൂര്യയുടെ പാൻറ്റാണ് ഇരിക്കുന്നത്. കാര്യം ജയസൂര്യ ആ ഒരു കളർ പാൻറ്റാണ് ഇട്ടിരുന്നത്. നമ്മൾ അവർ ദിലീപ് വന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന സമയത്ത് പൃഥ്വിരാജ് എണീക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജയസൂര്യ ഇരിപ്പുണ്ട്. ആ ഒരു ഇത് കണ്ടാൽ നമുക്കറിയാം അവിടെ ആൾക്കാരുണ്ട് വേറെ. പുള്ളി ഇത് അവിടെ മരം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നിർത്തി വെച്ച് പെണ്ണുങ്ങളാരുമില്ല, അവരെ തടവിലാക്കിക്കൊണ്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. എന്നാണേലും ഈ പുള്ളിക്ക് ഇത്രയും നാളായിട്ടും മതിയായിട്ടില്ല. ഇത്രയും നാളായിട്ടും ഒരു മഞ്ജുവാരുടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് പുള്ളി അവിടേക്ക് കൊണ്ടുവന്ന് ദിലീപിൻ്റെ പ്രശ്നങ്ങൾ എടുത്തിട്ട് ദിലീപിൻ്റെ കേസും കാര്യങ്ങളും എടുത്തിട്ട് ഇതൊക്കെയാണ് പുള്ളി ചർച്ച ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെ ഭാര്യയുടെ മക്കളുടെയും കാര്യം നോക്കി ജീവിച്ചുകൂടെ? സത്യം പറഞ്ഞാൽ അവരൊക്കെ സമ്മതിക്കണം. ഇവനൊക്കെ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയി തീർന്ന് പരസ്യമായിട്ട് കിടന്ന് ഇങ്ങനെ പറയുമ്പോൾ എതിർ സൈഡിലായിട്ട് ഒരു ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇങ്ങേർക്കില്ല. ഇത് ഇനി ഇവർ പറയുന്നത് കേൾക്കാം, ഇവർ നടിയാണ്, ഗായികയാണ്, ഇവർ ബിഗ് ബോസ് താരമാണ്, എല്ലാമാണ്. പക്ഷെ സത്യം പറഞ്ഞ പേര് ഞാൻ മറന്നു കേട്ടോ. ഇവർ തട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. ശരിക്കും ഇവരുടെ പേരെനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു, വിട്ടുപോയി. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിയാണ്, ഞാനും കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു കാര്യം ഞാനും കണ്ടായിരുന്നു. നമുക്ക് ഇവർ പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, മഞ്ജു വാര്യര് ദിലീപിനെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റു, കൈ കൊടുക്കാൻ പോയി. പക്ഷെ ദിലീപ് തിരിഞ്ഞു നോക്കിയില്ല. മഞ്ജു വാര്യര് കരഞ്ഞു മെഴുകി എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ടൈറ്റിൽ കണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ പോലും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഹെഡ്ലൈറ്റ്സും തലക്കെട്ടും ഈ പറഞ്ഞതുപോലെയുള്ള ഇത് വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ അതിന് നല്ല രീതിയിൽ മഞ്ജു ചാടി എണീറ്റു, കൈ കൊടുക്കാൻ പോയി എന്ന് പറയുന്നത് ഏറ്റവും വലിയ റെസ്പെക്റ്റ് ആണ്. ഒരാൾക്കാർ ഡിവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ റെസ്പെക്ട് ഇല്ലാണ്ടായി പോകണമെന്നില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ ഡിവോഴ്സ് ചെയ്ത ഒരാളാണ്. പക്ഷെ എന്നാലും മക്കൾക്കും ഞങ്ങളുടെയും ഇടയിൽ എന്റെ ഹസ്ബൻഡ് വരാറുണ്ട്, ഒന്നിച്ച് ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്, മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യാറുണ്ട്. അതിനിപ്പോ എന്താണ്? അതിലെന്താണെന്ന് നാണക്കേട്? അത് തിരിച്ചങ്ങനെ പ്രതികരിക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അവിടെയാണ് ഹ്യൂമൻ ബീയിങ്സിന്റെ ശരിക്കുള്ള വാല്യൂസ് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ, അല്ലെ? എനിക്ക് മഞ്ജു ആ ചെയ്തതിനോട് തീർച്ചയായിട്ടും റെസ്പെക്ട് ആണ്. കാരണം എന്താ വെച്ചാൽ ശത്രുത എന്ന് പറയുന്നൊരു സംഗതി ഇതിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ശത്രുത എന്ന് പറഞ്ഞൊരു കാര്യം ഇത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. രണ്ടുപേരും പരസ്പരം പിരിഞ്ഞു അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. പിന്നെ അതിലേറെ അവരുടെ മകളുടെ അച്ഛനാണത്. ആ ഒരു ബന്ധം എപ്പോഴും അവർക്കിടയിലുണ്ട്. ആ ഒരു അച്ഛൻ എന്നുള്ളൊരു ആ ഒരു ബഹുമാനത്തിലായിരിക്കും ഒരുപക്ഷെ അവരോട് എണീറ്റത്. അവരിപ്പോൾ അവിടെ എണീറ്റില്ലെന്നും പറഞ്ഞിട്ട് ദിലീപ് അവരെ തല്ലി എണീപ്പിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അത് മഞ്ജു വാര്യരുടെ ഒരു ക്വാളിറ്റിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു ക്വാളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. അവരായിരിക്കുന്നതൊന്നും എണീറ്റ് ആ ഒരു കൈ കൊടുത്തു. അതൊക്കെ അതുകൊണ്ട് ഒരു ശത്രുതയോട് കൂടി ഇതാക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഇതിലെല്ലാവരും എടുത്തിരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റേ അതിജീവിതയുടെ പ്രശ്നങ്ങൾ എടുത്തിരുന്നുണ്ട് ചിലരൊക്കെ വന്നേച്ച് മഞ്ജു വാര്യരൊക്കെ ഇനി അവരുമായിട്ട് ശത്രുതയാകും എന്നും പറഞ്ഞ്. അവരുമായിട്ട് എന്തിന് ശത്രുതയാകണം? എന്തിന് ശത്രുതയാണ്? നമ്മൾ ഇതിനകത്ത് കണ്ടതായിരുന്നു. സലീം കുമാർ ഏട്ടൻ്റെ ഇതിന് ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ്.
ആ സമയത്ത് വന്ന പല ആർട്ടിസ്റ്റുകളും ദിലീപിനെതിരെ സംസാരിച്ചിട്ടുള്ളവരാണ്. അവരൊക്കെ വന്ന് അവർക്ക് കൈ കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടു. അതിൽ സിദ്ദിഖ് ലാലിലെ ലാല് അദ്ദേഹമൊക്കെ ഒരുപാട് ദിലീപിൻ്റെതായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവരൊക്കെ അവിടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കൈ കൊടുക്കുകയും സ്നേഹപ്രകടനങ്ങളായിരുന്നു അവിടെ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അവിടെ ശത്രുതയ്ക്ക് ഒരു സ്ഥാനമില്ല, അവിടെ വൈരാഗ്യത്തിനൊരു സ്ഥാനമില്ല, അവിടെ പിണക്കത്തിനൊരു സ്ഥാനമില്ല. അവിടെ അന്നേരത്തെ കാര്യങ്ങൾ കഴിഞ്ഞു, അടുത്ത കാര്യങ്ങളിലേക്ക് അവർ പോയി അവരുടെ കാര്യങ്ങൾ നോക്കുക. ഇതിലേറെ ഈ മനുഷ്യനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലാന്ന് വെച്ചാൽ ദിലീപിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോ മോശം അവസ്ഥയിൽ അവരെയൊക്കെ സഹായിച്ചു. നമ്മൾ കൊച്ചിങ്ങനിയുടെ ഇതിൻ്റെ ഇത് കണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ള നമ്മൾ കണ്ടാണ്. അതൊക്കെ ആരെങ്കിലും പരസ്യമാക്കിയിട്ട് ഒരു പെങ്കൊച്ച് അതിൻ്റെ കാല് വയ്യത്തിന് അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിരിക്കാം ഈ മനുഷ്യൻ ഒരുപക്ഷെ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയത്. അത്രയ്ക്ക് അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ. ആ ഒരു നന്മയെങ്കിലും കണ്ടിട്ടെങ്കിലും ഇവരൊക്കെ വെറുതെ വിട്ടുകൂടെ? എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യാതെ കാണുന്നവർ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.